സ്വാതി കാരണമാ അവളുടെ കുഞ്ഞ് നഷ്ടമായെന്നാ നന്ദിനി പറയുന്നത്. നന്ദിനി അങ്ങനെ സംശയിക്കുന്നതിൽ എന്താ തെറ്റ്? ഇവള് ചെയ്തത് എന്താന്ന് ഇവക്ക് മാത്രമല്ലേ അറിയൂ. ഒറ്റയ്ക്ക് പോയല്ലേ ഇവള് നന്ദിനിയെ കണ്ടുപിടിച്ചത്. ആരും സാക്ഷികളായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ നീ പറയുന്നത് നന്ദിനി വിശ്വസിക്കും? അച്ഛനും എന്നെ അവിശ്വസിക്കാണോ? എന്റെ വിശ്വാസമല്ല ഇവിടെ പ്രധാനം, നന്ദിനിയുടെയും ഗിരിയുടെയും വിശ്വാസം. അച്ഛാ, വേദയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ആയിരിക്കാം. പക്ഷേ നിന്റെ കയ്യിൽ നിന്നല്ലേ അബദ്ധത്തിലാണെങ്കിലും അവള് താഴെ വീണതും അബോർഷൻ സംഭവിച്ചതും? അതല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഇല്ല, എന്റെ കയ്യിൽ നിന്ന് തന്നെ അവള് താഴെ വീണത്. അതാര് കാരണം? നീ ഒരൊറ്റൊരാൾ കാരണം ഈ വീട്ടിൽ വരേണ്ടിയിരുന്ന ഒരു സൗഭാഗ്യം നഷ്ടപ്പെട്ടില്ലേ? നന്ദിനി അന്വേഷിക്കാൻ നീ എന്തിനാ ഒറ്റയ്ക്ക് പോയേ? നീലിനെയോ ഗിരിയോ കൊണ്ടുവരുന്നെങ്കിൽ ഇത് സംഭവിക്കായിരുന്നു. സംഭവിച്ചൊന്നും ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അച്ഛാ. അച്ഛാ, എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും നിനക്ക്? അവളുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റുമോ? വലിച്ച ഇതിന് തക്ക ശിക്ഷ ഇവൾക്ക് കൊടുക്കണം. ഇവളൊരു ഒറ്റയാൾ പട്ടാളം. അതിന്റെ കൂലി ഇപ്പൊ നിനക്ക് കിട്ടിയില്ലേ? മതി അച്ഛാ, നമുക്ക് പിന്നെ സംസാരിക്കാം. സ്വാതി, നീ വാ. സ്വാതി, നിന്നോട് വരാനല്ലേ പറഞ്ഞത്? വരാൻ. കണ്ടില്ലേ വലിച്ച, വലിച്ചന്റെ മുന്നിൽ നിന്ന് ഭാര്യയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്? അവള് ചെയ്ത തെറ്റിന് ഈ വീട്ടിൽ നമ്മളെ ഇറക്കി വിടുക ചെയ്യേണ്ടത്. എന്നിട്ടും മടി അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ. പക്ഷേ തൽക്കാലം ഇത്രയും മതി. അങ്ങനെ ഗിരിയും സ്വാതിയുടെ ശത്രുവായി. ഇനി ഇത് വെച്ച് വേണം കളിക്കാൻ. എടി സ്വാതി, നിനക്കിനി ഈ വീട്ടിൽ മനസമാധാനം തരില്ല ഞാൻ. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലല്ലേ മാഡം? ആര് പറഞ്ഞു നടന്നില്ലെന്ന്? വടിവാൾ മേരിയുടെ കാര്യത്തിൽ മാത്രമേ നമ്മുടെ കണക്ക് കൂട്ടൽ തെറ്റിയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാ സംഭവിച്ചത്. അതിനവൾക്ക് ഒടുവിൻ ചതവൊന്നും പറ്റിയില്ലല്ലോ. ഡാനി, നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ആ വീട്ടിൽ സ്വാതിയെ ഒറ്റപ്പെടുത്തുക. അത് സാധിച്ചില്ലേ? ഇപ്പൊ ആ വീട്ടിൽ സ്വാതിയുടെ സ്ഥാനം എന്താ? നന്ദിനിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവൾ. അവിടെ ആരെങ്കിലും ഇനി അവളെ പഴയതുപോലെ കാണുമോ? ഗിരിയുടെയും നന്ദിനിയുടെയും മനസ്സിൽ അവളോട് എന്തായിരിക്കും? നന്ദിനി അവളെ ആശുപത്രിയിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? തകർന്ന് തരിപ്പണമായിട്ടാ അവള് തിരികെ ആ വീട്ടിൽ ചെന്ന് കയറിയത്. ഇതൊക്കെ തന്നെയല്ലേ ഞാനും ആഗ്രഹിച്ചത്. ഇനി എന്താ മാഡത്തിന്റെ പ്ലാൻ? നേരത്തെ പറഞ്ഞാൽ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. പറയാം ഡാനി. ആ വീട്ടിൽ പരമാവധി അവൾ ഒറ്റപ്പെടട്ടെ. എല്ലാവരും അവളെ കുറ്റപ്പെടുത്തട്ടെ. ആരുടെയും മുന്നിൽ നിവർന്ന് നിൽക്കാൻ കഴിയാതെ അവള് തകർന്നു വീഴും. പിന്നെയാ ഈ വേദയുടെ കളി. ഇതിനേക്കാൾ നല്ലൊരവസരം ഇനി കിട്ടാനില്ല എന്റെ മോളെ. എനിക്കത് അറിയാമേ. ഞാനതനുസരിച്ച് എന്നെ പ്രവർത്തിച്ചോളാം. അല്ല, എന്നിട്ടിപ്പോ അവളെവിടെ? സ്വാതി മുറിയിലുണ്ട്. ഇതുവരെ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. മോളെ, ഗിരിയും നന്ദിനിയും ഉടനെ ഒന്നും സ്വാതിയോട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സമയത്ത് വേണം നിന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ. മോളെ, ഗിരിയെയും നന്ദിനിയെയും നിന്റെ ഒപ്പം തന്നെ നിർത്തണം. മനസ്സിലായോ? അതിന് ചില പദ്ധതികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
എന്തായാലും ഗിരിയും നന്ദിനിയും ആശുപത്രിയിൽ നിന്നൊന്ന് വരട്ടെ. ആ സ്വാതിയെ കുറ്റക്കാരിയാക്കി എല്ലാവരുടെ മുമ്പിൽ ഒറ്റപ്പെടുത്തണം. ഒരു നിമിഷം പോലും മോളവക്ക് സമാധാനം കൊടുക്കുകയേ ചെയ്യരുത്. അത് തന്നെയാ എന്റെ മനസ്സിൽ. ആ എന്റെ കുഞ്ഞല്ലാതെ മറ്റാരുടെയും കുഞ്ഞ് ഈ വീട്ടിൽ ആദ്യം ജനിക്കരുതെന്നുള്ള എന്റെ ആഗ്രഹം സഫലമാവും. അതെ, ആ ഗിരിക്കും നന്ദിനിക്കും ഉടനെ ഒന്നും ഒരു കുഞ്ഞുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉടനെ തന്നെ മോളൊരമ്മയാവണം. അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇനി അധികം വൈകിപ്പിക്കില്ലമ്മേ. ഞങ്ങളുടെ കുഞ്ഞ് ഈ വീട്ടിൽ ആദ്യം ജനിക്കും. അമ്മയ്ക്ക് അത് കേട്ടാ മതി മോളെ. ആ എന്നാ പിന്നെ മോള് വെച്ചോ, അമ്മ പിന്നെ വിളിക്കേ. ആ ശരി മോളെ. ശരി. ഇന്നത്തെ കുത്തുതിരിപ്പ് കഴിഞ്ഞോ? എടി, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് നിവരില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ ഭാനുമതി നിന്റെ കാര്യം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്ത്? ഗൗരിമോളെ വിളിച്ച് അവളുടെ സുഖവിവരങ്ങളൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചു, അത്രേ ഉള്ളൂ. ഇങ്ങനെയാണോടി സുഖവിവരം അന്വേഷിക്കുന്നേ? ഒരു പെൺകുട്ടിക്ക് സമാധാനം കൊടുക്കരുതെന്ന് മരുമകളെ ഉപദേശിക്കുന്നതാണോടി നിന്റെ കുശലം പറച്ചില്? അയ്യോ ഭാനു, എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. എന്താ സതുവേട്ടാ? എന്റെ കൈകൊണ്ട് ചാകാതിരിക്കാൻ പ്രാർത്ഥിച്ചോണം നീ. ചിലപ്പോ നിലവിട്ട് പോയാലേ ഞാൻ നിന്നെ കൊന്നെന്ന് വരും. അയ്യോ ദൈവമേ, സതുവേട്ട ഇനി എങ്ങനെ എന്നെ കൊല്ലുവോ? ഈശ്വരാ, ദുർബുദ്ധിയൊന്നും തോന്നിച്ചേക്കരുതേ. ചിലപ്പോ എന്നെ കൊല്ലും, അത്ര ദുഷ്ടനാ. സദാനന്ദം പറഞ്ഞത് സത്യം തന്നെയാണ്. ഇവിടെ നടന്ന ഈ അനിഷ്ട സംഭവങ്ങൾക്കെല്ലാം കാരണം ആ പൂജ മുടങ്ങിയത് തന്നെയാണ്. എത്രയും വേഗം അതിനുള്ള പരിഹാരം കണ്ടെത്തണം മഹേഷേട്ടാ. നന്ദിനിയുടെ കുഞ്ഞ് നഷ്ടപ്പെടാനിടയായത് അത്ര ചെറിയ കാര്യമായിട്ട് കാണാൻ എനിക്ക് കഴിയുന്നില്ല. അല്ലെങ്കിലുവേ അതൊരു ചെറിയ കാര്യമല്ല അച്ഛാ, അതൊരു വലിയ കാര്യം തന്നെയാ. പക്ഷേ ഇതിനൊക്കെ കാരണമായവരിപ്പോഴും ഈ വീട്ടില് സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ട്. സത്യത്തിൽ അവളെയാ ഈ വീട്ടിൽ നിന്ന് ആദ്യം അടിച്ചിറക്കേണ്ടത്. മോളെ, കുറ്റം പറയാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും വളരെ എളുപ്പമാ. ഒരു വാക്ക് മതി. പക്ഷേ മോളെ, നിരപരാധിയായ ഒരാളുടെ മനസ്സിന് മുറിവേൽപ്പിച്ച അതിന്റെ പാപത്തിൽ നിന്നും കരകയറാൻ ഒരു ജന്മം കൊണ്ടുപോലും കഴിഞ്ഞെന്ന് വരില്ല. എന്തിനാ നീ സ്വാതിയോട് ഇത്രയും ശത്രുത കാണിക്കുന്നത്? ഈ വീട്ടിൽ എല്ലാവർക്കും വേണ്ടി സ്വയം ഉരുകിത്തീരുന്ന വെളിച്ചമാ സ്വാതി. ആ വെളിച്ചം തന്നെ മതി ഈ വീട് മുഴുവനായിട്ട് അങ്ങ് കത്തിക്കാൻ. എല്ലാവരെയും പാട്ടിലാക്കാൻ അവൾക്ക് ഭയങ്കര മിടുക്കല്ലേ. അവളുടെ മുന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അവൾക്ക് മാത്രം നന്ദിനിയുടെ ഫോൺ വരുന്നു. അവൾ ഒറ്റയ്ക്ക് പോയി ഗുണ്ടകളെ എല്ലാം അടിച്ചു തകർത്ത് നന്ദിനിയെ രക്ഷിക്കുന്നു. ഈ കള്ളക്കഥകളൊക്കെ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും വിശ്വസിക്കോ? കണ്ടില്ലേ സദാനന്ദ, ഏത് സമയത്തും സ്വാതിക്കെതിരെ ശത്രുതയോടുകൂടിയാ ഇവള് സംസാരിക്കുന്നതും പെരുമാറുന്നതും. എത്ര തവണ പറഞ്ഞു, എത്ര ശ്രമിച്ചാലും പരാജയപ്പെടുന്നത് നമ്മളായിരിക്കും. ഇവളുടെ തലയിൽ അതൊന്നും കേറില്ല. ഇത്രയ്ക്ക് വിരോധം വരാനും വേണ്ടി സ്വാതി നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ മോളെ? മോളെ, നീ ഒരു പെൺകുട്ടിയാ. നീ നാളെ ഒരു അമ്മയാകേണ്ടവളാ. നീ പ്രസവിക്കുന്ന കുഞ്ഞിനെ താലോലിക്കാനും കൊഞ്ചിക്കാനും കാത്തിരിക്കുന്നവരാ ഞങ്ങള്. ആ പുണ്യം നീ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നന്ദിനിയുടെ കുഞ്ഞ് നഷ്ടമായതിന്റെ ദുഃഖം നീ ഒരു ആഘോഷമായി മാറ്റരുതെന്നാ അച്ഛൻ ഉദ്ദേശിച്ചത്. ഗൗരി, ഇനിയെങ്കിലും സ്വാതിയെ ദ്രോഹിക്കാനായിട്ട് നീ ഈ വീട്ടിൽ നിൽക്കരുത്. രാജീവിനെ കൂട്ടി നീ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരണം. ആ വീടിന് ഇതുപോലെ സ്വന്തം വീടായിട്ട് കരുതാൻ നിനക്ക് എന്താ ഗൗരി കഴിയാത്തെ? അറിയത്തില്ല, അതെന്റെ സ്വന്തം വീടല്ലാത്തത് കൊണ്ട്. ആ വീട്ടിൽ വന്ന് നിൽക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നത്. നീ പറയുന്ന ഈ വീർപ്പുമുട്ടൽ രാജീവിനും ഉണ്ടാവില്ല. ഇവിടെ ഇതവന്റെ സ്വന്തം വീടാണെന്ന് നിന്നെ പോലെ അവനും തോന്നിയില്ലെങ്കിലോ? മോളെ, ജീവിതത്തിൽ ആരോടെങ്കിലും അല്ലെങ്കിൽ എന്തിനോടെങ്കിലും ആത്മാർത്ഥ പുലർത്താൻ കഴിയാത്തവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. അതാ സത്യം. ആ വിധി നിനക്കുണ്ടാവാതിരിക്കട്ടെ. മഹേഷേട്ടാ, ഞാൻ ഒന്ന് സ്വാതി കണ്ടിട്ട് വരാം. അവളോട് രണ്ട് നല്ല വാക്ക് പറയാൻ
സദാനന്ദനെങ്കിലും തോന്നിയല്ലോ. ചെല്ല്, അവക്കത് വലിയ ആശ്വാസവും. എല്ലാവർക്കും സ്വാതി ആശ്വസിപ്പിക്കാൻ എന്തൊരു തിടുക്കവാ. ഇതിനു മാത്രം എന്ത് മഹത്വം അവൾക്കുള്ളത്. അവൾക്ക് വേണ്ടി സംസാരിക്കാൻ എല്ലാവർക്കും 100 നാവാ. ഒരു വീടിന്റെ മകളായി മാറാൻ കഴിയുന്നത് ജന്മം കൊണ്ടല്ല ഗൗരി, കർമ്മം കൊണ്ടാ. പക്ഷേ അതിന് ഹൃദയത്തിൽ നന്മ വേണം. നിന്നെപ്പോലെ പിശാച് ബാധിച്ചവർക്ക് ആ നന്മയെ തിരിച്ചറിയാൻ കഴിയില്ല. അതെ, ഞാൻ പിശാച് ബാധിച്ചവൾ തന്നെയാ. എന്റെ ഉള്ളിലെ പിശാചിന്റെ കലി തീരണമെങ്കിൽ സ്വാതിയുടെ തകർച്ച ഈ വീട്ടിൽ പൂർണ്ണമാവണം. അവൾക്ക് മേൽ ഞാൻ ഈ വീട്ടിലെ സർവാധികാരിയാവണം. മിണ്ടരുത്. എന്റെ കുഞ്ഞിനില്ലാതാക്കിയത് നിങ്ങളാ. നീലേ, ആ വീഴ്ചയിൽ തന്നെയാ ഞങ്ങളുടെ കുഞ്ഞില്ലാതെയായത്. ഏടത്തിയുടെ കയ്യിൽ നിന്നാ നന്ദിനി താഴെ വീണത്. അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ പറയും? ഇവള് ചെയ്തത് എന്താന്ന് ഇവക്ക് മാത്രമല്ലേ അറിയൂ. ഒറ്റയ്ക്ക് പോയല്ലേ ഇവള് നന്ദിനിയെ കണ്ടുപിടിച്ചത്. ആരും സാക്ഷികളായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ നീ പറയുന്നത് നന്ദിനി വിശ്വസിക്കും? മോളെ സ്വാതി, അച്ഛാ, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം നമ്മുടെ വീട്ടിൽ സംഭവിച്ചു പോയി എന്ന് കരുതി ഇങ്ങനെ മനസ്സ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് വേണ്ടത്. നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? മോളെ കുറ്റപ്പെടുത്താൻ തക്ക നോക്കി നടക്കുന്നവളാ ഗൗരി. അവരുടെയൊക്കെ മുമ്പിൽ മോള് തോറ്റു കൊടുക്കരുത്. സ്വാതി ആത്മധൈര്യമുള്ളവളാ. ആരോടും എന്തും സംസാരിക്കാൻ കഴിയുന്നവളാ. പക്ഷെ എനിക്കൊരു മനസ്സില്ലേ. അറിയാതെ എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ച ഒരു തെറ്റ് എന്റെ പിടിവിട്ട് അവള് വീണുപോയി. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയതിലുള്ള കുറ്റബോധം എന്റെ മനസ്സിൽ കത്തിയിരിയുവാ. അതിനിടയിലാ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത്. മോളിങ്ങനെ നിരാശപ്പെടണ്ട. ഈ ദുരന്തം ഒരിക്കൽ മോളും അനുഭവിച്ചതാ. അങ്ങനെയുള്ള മോക്ക് ഇത് മനഃപൂർവ്വം ചെയ്യാൻ കഴിയില്ലെന്ന് അങ്കിളിനറിയാം. എല്ലാവർക്കും നല്ലത് വരണമെന്നും കുടുംബത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആരുടെയും മേൽ ഞാൻ ഒരു അധികാരവും സ്ഥാപിച്ചിട്ടില്ല. ആദ്യം എന്റെ വണ്ണത്തെക്കുറിച്ചായിരുന്നു കളിയാക്കലും കുറ്റപ്പെടുത്തലും. പിന്നെ അത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയോടായി. ഗൗരിയോട് ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കാൻ പറഞ്ഞു. ഏട്ടനും ഞാനും കൂടി അവളെ അവിടെ കൊണ്ടുവന്നാക്കി. എന്നിട്ടെന്തായി? അതോടുകൂടി എനിക്ക് എന്റെ മോനെ കൂടി നഷ്ടമായി. ഭാര്യ വീട്ടിൽ താമസിക്കേണ്ടി വരുന്നൊരു ഗുണം അവനൊന്നറിയട്ടെ. അത് സ്വയം മനസ്സിലാക്കുമ്പോൾ എന്റെ മോൻ തിരിച്ചു വരുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. നന്ദിനിയുടെ കാര്യത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും അച്ഛൻ പോലും കുറ്റപ്പെടുത്തുമ്പോ ഞാൻ ഈ വീടിനെ സ്നേഹിച്ചത് വെറുതെ ആയി പോയി എന്നൊരു തോന്നൽ. മോളെ, ആ കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കാൻ ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ദൈവം തന്നെ ഒരു കാരണം ഉണ്ടാക്കി അതിനെ തിരിച്ചെടുത്തു. അത്രേ ഉള്ളൂ. അതെ, ഞാൻ ഇവിടേക്ക് വന്നത് നിന്നോട് സങ്കടപ്പെടരുത് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ മാത്രമല്ല, ഗൗരിക്ക് മുമ്പിൽ തോറ്റു കൊടുക്കരുത് എന്ന് പറയാൻ കൂടിയാ. ഈ ചിരി എപ്പോഴും മുഖത്തുണ്ടാവണം. അത് ഈ വീടിന്റെ ഐശ്വര്യം. ശരി അച്ഛാ, ഞാൻ തോറ്റു കൊടുക്കില്ല, ഉറപ്പ്. അതാണ്. അപ്പൊ ശരി, പോട്ടെ മോളെ.
ഗിരി, ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു, നമുക്കിറങ്ങാം. നന്ദിനി, നിന്റെ സങ്കടം അത്ര പെട്ടെന്ന് മാറുന്നതല്ലെന്ന് എനിക്കറിയാം. എന്നാലും സംഭവിച്ചതെല്ലാം നീ മറക്കണം. മറന്നേ പറ്റൂ. ഗിരേട്ടാ പോ. എടാ ഗിരി. നീലേ, ഇനി വെറുതെ സംസാരിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടാനും പോകുന്നില്ല. നന്ദിനി, എന്താടോ? സഹിക്കാൻ കഴിയുന്നില്ല ഗിരിയേട്ട. എന്തൊക്കെ ആഗ്രഹങ്ങളാ നമ്മൾ ആദ്യത്തെ കുഞ്ഞിനെ കുറിച്ച് കൂട്ടി വെച്ചിരുന്നത്. കിട്ടിയതും നഷ്ടപ്പെട്ടതല്ല, കണ്ണടച്ച് തുറക്കും മുമ്പേ ആയിപ്പോയില്ല. എടോ, താനിങ്ങനെ ഇമോഷണൽ ആയ പോയ കുഞ്ഞ് തിരിച്ചു വരുമോ? സമാധാനായിട്ടിരിക്കും. സമാധാനിക്കാൻ എനിക്ക് ഈ ജന്മം കഴിയോ ഗിരിയേട്ട? എന്റെ വയറ്റിൽ ആദ്യം വന്ന് പറഞ്ഞ കുഞ്ഞ് കൊന്നു കളഞ്ഞില്ല അതിന്. ഗിരി, നിങ്ങളുടെ നഷ്ടം നമ്മുടെ വീടിന്റെ മുഴുവൻ നഷ്ടം തന്നെയാ. പക്ഷെ മനഃപൂർവ്വം ഇത് സ്വാതി ചെയ്താണെന്ന് പറയല്ലേ. അബദ്ധത്തിൽ വീണുപോയി, അത് വിധി. അങ്ങനെ പറയുന്ന ശരി. ആ കുഞ്ഞ് ദൈവത്തിന് അത്ര പ്രിയപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് ദൈവം അതിനെ തിരിച്ചെടുത്തു. അങ്ങനെ കരുതിയാൽ മതി. ഞാൻ പറയുന്നത് നന്ദിനിക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ ദോഷമാ അവിടെ സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നോക്കിയ ഒരു മരണം തന്നെയാ. ആ പൂജാവിഗ്രഹം നഷ്ടപ്പെട്ടത് തന്നെയായിരിക്കും എല്ലാത്തിന്റെ മൂല കാരണം, അല്ലേ സ്വാമിജി? അതേ മഹേശ്വര, ആ വീടിന് മുകളിൽ ഗതി കിട്ടാതെ അലഞ്ഞിടക്കുന്ന ആത്മാക്കളുടെ ശാപം നിങ്ങളുടെ മേൽ വീട് കഴിഞ്ഞിരിക്കുന്നു. അതിനെന്ത് ചെയ്യണം സ്വാമിജി? കർമ്മങ്ങൾ ചെയ്ത് അവരെ ശാന്തരാക്കണം. അവരുടെ അനുഗ്രഹം നേടിയേ തീരൂ. എല്ലാം ചെയ്യാം സ്വാമിജി. പക്ഷെ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുക. എന്താ സംശയം? ആരായിരിക്കും സ്വാമിജി ആ വിഗ്രഹം എടുത്തത്? എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത് അവിടുന്നല്ലേ? അതിബുദ്ധിമാനായ ഒരാൾ തന്നെയാ അതവിടെ നിന്ന് എടുത്തു മാറ്റിയത്. ഇപ്പോൾ ആ വീട്ടിൽ സംഭവിക്കുന്നതെല്ലാം അയാൾ കാരണം തന്നെയാ. അതാരായിരിക്കും സ്വാമിജി? ഇത്രയ്ക്കും ദുഷ്ടമനസ്സുള്ളത് ആ വീട്ടിൽ ആർക്കായിരിക്കും സ്വാമിജി? അതൊക്കെ താമസിയാതെ തെളിയും. എത്ര തന്നെ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും സത്യത്തിന് പുറത്തു വന്നല്ലേ പറ്റൂ. എന്നാ ശരി സ്വാമിജി, കാണാം. അങ്ങനെയാവട്ടെ. പോയിട്ട് വരാം.
ഇറങ്ങാം. ഗിരി, എനിക്ക് നിങ്ങൾ രണ്ടുപേരോട് ഒരു കാര്യം പറയാനുണ്ട്.